ഒന്നൊന്നര സിനിമ. കാരണം ഈ ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറയുമ്പോഴേ വെറുതെ ഒരു നല്ല സിനിമാറ്റോഗ്രാഫി ഉണ്ടോന്ന് ഇട്ട് കാണിച്ചിട്ട് അതിനകത്തിരുന്ന് ആ ക്യാമറമാന്റെ മികവുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ട് ക്യൂട്ട്നെസ് ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. അതിനകത്ത് കഥാപാത്രങ്ങളും ഡയറക്ഷനും ഒക്കെ ഒരുപോലെ പ്രേക്ഷകന് ഗുഡ് ഫീൽ ചെയ്യണം. ആ ഫീല് കംപ്ലീറ്റ് പാക്കേജാണ് ഈ സിനിമ. കണ്ടിറങ്ങും മനസ്സ് നിറയും. എത്ര വേണേലും കാണാം. എത്ര തവണ നമുക്ക് ഫാമിലി കുട്ടികളുമായിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യാം. തോട്ട് ഇനി പബ്ലിസിറ്റി ആ സിനിമ ഹിറ്റ് ആവണമെങ്കിൽ ആ സിനിമ കാണുന്ന പ്രേക്ഷകനെ വലിച്ചിടണം. നമ്മൾ ആ സിനിമയിൽ ലയിച്ചു പോവുകയാണ്. ആ രീതിയിൽ ഈ സിനിമ നന്നായിട്ടുണ്ട്. സൂപ്പർ പടം. ഓണത്തിന് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടം. എല്ലാവർക്കും വന്ന് കാണാം. ഗിരീഷ് ഐഡി സൂപ്പർ ആയിട്ട് പുള്ളിയുടെ എക്സ്പ്രഷൻ നന്നായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. അപ്പം അപ്പൂപ്പൻ അമ്മൂമ്മ തൊട്ട് കൊച്ചു പിള്ളേർ വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും ഇല്ല. നല്ല പക്ക ഫീൽ ഗുഡ് മൂവിയാണ്. പക്ക ഫീൽ ഗുഡ് മൂവി. നല്ല പെർഫോമൻസ്. എല്ലാവരും കൊള്ളാം. പ്രേമലുവിന്റെ മോളും നല്ല. ഇത് വേറൊരു പിക്ചറാണ്, വേറൊരു ഫീലാണ്, വേറൊരു സ്റ്റൈലാണ്. കൊള്ളാം. നിവിനും അമിതയായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചെയ്യുന്നുണ്ട്. ആ ഒരു ഏജ് വ്യത്യാസത്തിന്റെ ഒരു തീമാണ് പടം. ഒരു ഫീൽ ഗുഡ് സംഭവം. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി എടുപ്പോയി. സെക്കൻഡ് ഹാഫും അതേ മീറ്ററിൽ തന്നെ അവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇമോഷൻ കാര്യങ്ങൾ ഫാമിലിക്കും മൊത്തത്തില് ഓണം വിൻഡറായിട്ട് തന്നെ പറയാം. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സുരേഷ് കൃഷ്ണ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ടൈമിംഗ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ ഒരുപാട് നാളായില്ലേ. ഓണത്തിനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ല മൂവി. റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവരുടെ ഈ ഒരു ഏജ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്ര എങ്ങനെ ഉണ്ടാവും ഒരു കോമ്പോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല. നല്ല സ്റ്റാർട്ട് ടു എൻഡ് ഫുൾ ഫണ്ണാണ്. പിന്നെന്താ മമിതയായിട്ടുള്ള കോമഡീസ് ആ കോമ്പോ ഒക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. നല്ല ഫിലിമായിരുന്നു. ഓണത്തിലെ വിന്നർ ഇത് തന്നെയാണ്. പക്ക കോമഡിയാണോ? പക്ക കോമഡിയാണ്. പിന്നെ നല്ല ഇമോഷൻ ഒക്കെ ഉണ്ട്. നല്ല ഫോർമുല ഒക്കെ എന്നാലും സെയിം തന്നെ. പ്രേമലു അതേ സെയിം ഫോർമുല തന്നെ. പക്ഷെ എല്ലാത്തരം ഓഡിയൻസ് ഇഷ്ടപ്പെടും. യൂത്തിനായാലും ഫാമിലിക്ക് ആയാലും. യൂത്തിന് നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലിക്ക് നല്ല ഇഷ്ടപ്പെടും. കൊച്ചുപിള്ളേർക്ക് ഇഷ്ടപ്പെടും. നല്ല കോമഡി ഒക്കെയാണ്. കോമഡീസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമഡീസ് ആണോ? അതെ. നമ്മുടെ ഇപ്പൊ സിറ്റുവേഷനിലൊക്കെ നടക്കുന്ന ജീവിതത്തിൽ നടക്കുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള കോമഡിയാണ്. സുരേഷ് കൃഷ്ണയാണ് കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത്. ആണ്. നിവിൻ പോളിയുടെ കോമഡീസ് ഒക്കെ അത്രയും. നിവിൻ പോളിയൊക്കെ നല്ല സൂപ്പറാണ്. വിനയ് ഫോർട്ടൊക്കെ എങ്ങനെയുണ്ട്? വിനയ് ഫോർട്ട് ആയിരുന്നു ഇത്തിരി അണ്ടർ റേറ്റഡ് സ്റ്റാർ പോലെ. ക്ലൈമാക്സ് വന്നിട്ട് ഫുള്ള് പുള്ളി അങ്ങ് തൂക്കി. ക്ലൈമാക്സ് അങ്ങനെ തൂക്കി. പിന്നെ വേറെ ഒരു പുതിയ സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷെ തൂക്കിയായിരുന്നു.